പേഷ്യന്റിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞില്ല. ആ കുട്ടി സ്റ്റെപ്പിന്ന് വീണതാ മാഡം, ആൻഡ് വാസ് റെഫർഡ് ബൈ അവർ ഇൻ-ഹൗസ് ഡോക്ടർ. അതാ പിന്നെ ഞാൻ ജസ്റ്റ് ഗെറ്റ് മീ ദ കേസ് ഷീറ്റ് നൗ. കേസ് ഷീറ്റ് തരുന്നതിൽ വിരോധമൊന്നുമില്ല മാഡം, പക്ഷെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അറിയാവോ? സാറേ, തൽക്കാലം ഞങ്ങൾക്ക് കേസ് ഷീറ്റ് വേണ്ട. ആ ഡോക്ടേഴ്സിനോട് സംസാരിക്കാമല്ലോ. ആ റെഫർ ചെയ്ത ഡോക്ടർ അല്ലേ? വാട്ട്സ് ഹിസ് നെയിം? ഡോക്ടർ ഗൗതം അല്ലേ സോണി? ഐ വാണ്ട് ടു മീറ്റ് ഹിം. ആ കുട്ടിയുടെ അവസ്ഥ എന്താ? അവിടെ കേശാച്ചി നല്ല തിരക്കവണ കൊടുത്തിട്ടോ. എല്ലാം നമ്മുടെ തലയില. ആയിരിക്കുന്ന ഗൗതം ഡോക്ടർ. ആ ഒറ്റയ്ക്ക് ഇരിക്കണവനോ? അതെ സാർ. പിന്നെ ഞാനങ്ങോട്ട്. മാഡം, ഇവനാണ് ഇവിടുത്തെ CCTV. ഞാൻ പോയിന്ന് കൊളുത്തിയിട്ട് വരട്ടെ. ഹലോ, ഒന്ന് നിന്നേ. മാഡം, പക്ഷെ ഇയാളെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അവിടെ ആക്സിഡന്റ് സ്പോട്ടിൽ വെച്ചിട്ട്. ശരത്തെ നോക്കിയേ. എങ്ങോട്ടാ തള്ളി കയറി വരുന്നേ? ഇവിടെ ബ്ലോക്കാന്ന് കണ്ടില്ലേ? സർ, അർജന്റ് ആയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഇവിടെ ബ്ലോക്കാ, ഇതുവഴി പോകാൻ പറ്റില്ല. തിരികെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഐ എം എ ഡോക്ടർ. എന്ത് പറ്റിയതാ? സർ, ഒരു ആക്സിഡന്റ് കേസാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കുട്ടി മറിഞ്ഞു വീണ സാർ. സംസാരിച്ചേക്കാൻ സമയമില്ല. പ്ലീസ് പ്ലീസ്. സാർ, ഇതൊരു ഹോസ്പിറ്റൽ കേസാ. പക്ഷെ അന്നേരമേ എന്തോ ഒരു വശവശ എനിക്ക് തോന്നി. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഡോക്ടർ ഈ ഫാമിലി ആയിട്ട് നല്ല ക്ലോസ് ആണല്ലേ? അരവിന്ദനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം. ആക്ച്വലി സ്കൂൾ മേറ്റ്സ്. താമസിക്കുന്ന സെയിം അപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ? അവരെല്ലാം പാലക്കാട്. ഡോക്ടർ മാരീഡ് ആണോ? നോ. കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നത് ഡോക്ടറല്ലേ? യെസ്. എങ്ങനെയാ കുട്ടി വീണത്? ഒരു ഫ്രണ്ടിന്റെ ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. I need your help. എന്റെ ഫ്രണ്ടിന്റെ മോനൊന്ന് സ്റ്റെയർസിന് വീണു. തലയിടിച്ചാ വീണത്. I'm just bringing him to the hospital. Is he conscious? Actually, no. Okay, I'll make arrangements. Thanks, doctor. Okay, come fast. We'll reach in 10 minutes. അരവിന്ദനെ കിട്ടിയോ? ഇല്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അരവിന്ദ് ചോദിച്ചാൽ ഞാൻ എന്തു പറയും ഗൗതം? Vitals are not satisfactory. കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. I have suggested some blood tests and we'll do a CT scan also. റിസൾട്ട് വരട്ടെ, നീ ടെൻഷൻ അടിക്കാതെ. ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി, ഈസ് എ ബെസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എൻ്റെ റൂമിൽ പോവാം. ഞാൻ എടുക്കാം. വാ. ഐ നീഡ് എ ഫേവർ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോള നിഷ്ക, ഇവളുടെ ബ്രദർ ഇവിടെ അഡ്മിറ്റഡാ. ഹലോ. സേ ഹായ്. ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല.
ക്യാൻ യു ടേക്ക് ഇറ്റ് ടു ദ കാന്റീൻ ആൻഡ് ഗെറ്റ് സംതിങ്? ഷോ ചക്കരി ഇത് അശോക് ഡോക്ടറിന്റെ കേസല്ലേ? യെസ്. താൻ കുറച്ചുകൂടെ ടേക്ക് കയറേണ്ടി വരും. ഞാൻ ക്യാൻറ്റീനിലോട്ട് വന്നോളാം. അതിനെന്താ ചില മോളെ ചേച്ചിയോട് നീ. അടിച്ച് വിളിക്കാൻ പോലെടാ കുട്ടാ. മോക്ക് എന്താ വേണ്ടേ? മോളെന്താ കഴിക്കുക? അല്ല കുഴപ്പമില്ല, ഞാൻ നോക്കോളാം. താങ്ക്സ്. മോളെ ഷുവർ സർ. ഐ കോൾ യു ഇഫ് എനിത്തിങ് ഇസ് റിക്വയർഡ്. ഫ്ലാറ്റിന് അസോസിയേഷൻ സെക്രട്ടറിയാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഡോക്ടർ എന്താ പറഞ്ഞേ? മോന് കുഴപ്പമൊന്നുമില്ല. CT സ്കാനും കൊണ്ടുപോയി. അത് കഴിയുമ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ കാണാം. അരവിന്ദനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ആ ഞാനും കുറേ ട്രൈ ചെയ്തിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഡോണ്ട് വറി, ഞാൻ ചാനലിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഷുറൻസ് പേപ്പേഴ്സാണ്. കവിത സൈൻ ചെയ്താലും മതി. ജസ്റ്റ് എ ഫോർമാലിറ്റി. മോളെവിടെ? ഓ ഷീസ് ഇൻ ദ ക്യാൻറ്റീൻ. ഷീസ് ഫൈൻ. ഒരു നേഴ്സ് കൂടെ ഉണ്ട്. വീട്ടിൽ ഇൻഫോം ചെയ്യുന്നതല്ലേ നല്ലത്. അവരും അറിയണ്ടേ. അരവിന്ദ്. ടേക്ക് ഇറ്റ്. ഹലോ കിച്ച. അരവിന്ദ് എപ്പോഴെത്തിയേ? ഐ തിങ്ക് അറൗണ്ട് 8:30. എക്സ്ക്യൂസ് മീ, എമർജൻസി എവിടെ? ഡോക്ടർ ഗിവ് മി എ ഓക്കെ. അവന് കുഴപ്പമൊന്നുമില്ല. എടാ അവനെന്ന് വീണു. അത്രേ ഉള്ളൂ. അവൾ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. എടാ ചെറിയൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അവനിതിവിടെ ഓർമ്മയില്ല. ബോധം വന്നിട്ടില്ലേ? ഒന്ന് വീണല്ലോ. കുഴപ്പമൊന്നുമില്ല. കുട്ടികളാകുമ്പോൾ വീഴല്ലേ. കരയണ്ട, അവന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗൗതമിനെ കണ്ട് സംസാരിച്ചിരുന്നു. അവന് സ്കാനിങ്ങിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ. ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ അരവിന്ദ് എവിടെയായിരുന്നു? ഞാൻ ഓഫീസിലായിരുന്നു. വേറെ യു വർക്കിംഗ്? ഞാൻ മീഡിയ ടേണിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. സ്ലിപ്പർ ഇട്ടിട്ടാണ് ഓഫീസിൽ പോവാറ്? അത് ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. എവിടെ വെച്ച് സംഭവം അറിഞ്ഞത്? വീട്ടിൽ വെച്ച് മൊബൈൽ ഓൺ ചെയ്തപ്പോഴാണ് കവിതയുടെ മെസ്സേജസ് കാണുന്നത്. അപ്പോഴാണ്. അപ്പോൾ അരവിന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈ സോ? ഓഫീസിലെ ചെറിയ ഇഷ്യൂസ്. പിന്നെ മൊബൈലും ചാർജ് ഇല്ലായിരുന്നു. ഓഫീസിൽ എന്ത് ഇഷ്യൂസ്? ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മീറ്റ് ദ ലെജൻഡ്. ഒരു മിനിറ്റ്. ഇതിപ്പോൾ 1-2 തവണയായി. പ്രൈം ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? ആ അരവിന്ദ്, ഈ ടൈപ്പ് ബുദ്ധിജീവി പരിപാടികൾക്കൊന്നും ഇപ്പോൾ റേറ്റിംഗ് ഇല്ലടോ. അതുമല്ല എന്തൊരു ബോറൻ പേരാടോ, മീറ്റ് ദ ലെജൻഡ്. തനിക്ക് തോന്നിയില്ലേ? ഇവിടെ തൊട്ടുമിക്ക പ്രോഗ്രാമിൻ്റെ പേരിട്ടിട്ടുള്ളത് ഞാനാണ്. അന്നൊന്നും ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രതാപ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ പ്രശ്നമായി. പ്രതാപ്, ആക്ച്വലി ഞാനാണോ ഇഷ്യൂ അതോ എൻ്റെ പ്രോഗ്രാമാണോ ഇഷ്യൂ? അയ്യോ, അതിന് എൻ്റെ ചാനലൊന്നുമല്ല അരവിന്ദ്. കാശ് മുടക്കുന്നവർക്കുണ്ടാവില്ല ചില തീരുമാനങ്ങളൊക്കെ, നമ്മളത് മാനിക്കണ്ടേ? അതുമല്ല ചില സമയത്ത് ഈ എക്സ്പീരിയൻസ് ഒരു ബാധ്യത.
പുതിയ പുതിയ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുക. പറഞ്ഞതേ ഉള്ളൂ. അരവിന്ദന്റെ ബോസില്ലേ പ്രതാപ്, ഗിവ് മീ ഹിസ് നമ്പർ. എയ്റ്റ് 85 890. 1 second. സോറി, പറഞ്ഞു. 85890 890 83 83 666. 666. I couldn't get him. മാഡം ഡീറ്റെയിൽസ് എടുത്തു. കുട്ടിയുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയാണ്. അന്ന് അന്വേഷിച്ചു. ശരി. ശരത്, യെസ് മാം. എളുപ്പം വേണം. ആ. അരവിന്ദ് മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ ഓഫീസിൽ നിന്ന് ക്ലബ്ബിൽ പോയിരുന്നു. ഡെയിലി ഉണ്ടോ? ഇല്ല, വല്ലപ്പോഴും. യാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓഫീസിൽ പ്രഷർ, പിന്നെ ഫാമിലി ഇഷ്യൂസ് അല്ലേ? ഫാമിലി ഇഷ്യൂസാ? എന്ത് ഫാമിലി ഇഷ്യൂസ്? സോറി അരവിന്ദ്, ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് ഐ എം സോറി. പോകാം. അപ്പൊ അതാണ് ഈ ജനാർദ്ദന ഡോക്ടർ ഇവിടെ നിന്ന് പോകാൻ കാരണം. പിന്നെ അല്ലാതെ ഇവിടെയൊക്കെ കാശിന്റെ കളിയല്ലേ സാറേ. ഡോക്ടർമാർക്ക് ശമ്പളം കുറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിൽ പോവാം, സിസ്റ്റർമാർക്ക് സമരം ചെയ്യാം. നമ്മളെ കാര്യോ ഒരു പുരോഗതി ഇല്ല സാറേ. നമ്മള് യൂണിഫോം ഇട്ടവരുടെ ഗതി ഇത് തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിഗരറ്റ് തന്നെ. ഇല്ല സാറേ, സിഗരറ്റ് പോലും ഇല്ല. പോലീസുകാരോട് കള്ളം പറയരുത്. ഞാൻ കണ്ട ആ പോക്കറ്റിൽ ഇനി തന്നെ വരണം. സോറി. തീപ്പെട്ടിയില്ലേ? പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും ഡേവിസിന്റെ കണ്ണുകന്ന് പറ്റും ഇല്ലേ? നമ്മൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല സാറേ. ഈ ഡോക്ടർ ഗൗതം അങ്ങനെ ഉണ്ട്? അയാളൊരു പഞ്ചപാവാ സാറേ. എന്നാലും ചെറിയ ചുറ്റികളൊക്കെ ഉണ്ട്. അത് ഈ പ്രായത്തിലല്ലേ നടക്കുള്ളൂ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നോക്കാം. ഇരിക്കടോ. ഓ, എവിടെയാ ഡേവിസിന്റെ വീട്? കോഴിക്കോടാണ് സാറേ. ഭാഷ കേട്ടപ്പോ തോന്നി. കോഴിക്കോട് എവിടെ? കോഴിക്കോട് വെസ്റ്റിൽ. വെസ്റ്റിൽ എനിക്കറിയാലോ. അവിടെ എവിടെ? പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലായി വരും. ഓ, ഈ സോണി സിസ്റ്റർ എങ്ങനെ ഉണ്ട്? ഓ, അതൊരു പിടി കിട്ടാത്ത കേസാണ് സാറേ. കല്യാണം കഴിച്ചില്ല, ഒരു കഥയാ. എനിക്കും അത് തോന്നി. ഇന്ന് തന്നെ കണ്ടില്ല ആ കൊച്ചിന്റെ കേസ് കുളവാക്കിയത്. അത് സാറ് പറഞ്ഞു? ഇവിടെ എല്ലാവരും അറിഞ്ഞു. ഡേവിസ് എങ്ങനെ അറിഞ്ഞേ? ഞാൻ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ ഡോക്ടർ സിസ്റ്റർ കൂടി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അവരങ്ങനെ ചെയ്യില്ല സോണി. എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന അരവിന്ദിനെ കവിതയെ അങ്ങനെ കുട്ടികളെ അടിച്ചു വളർത്തുന്ന ടൈപ്പ് അല്ല അവർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇത് തന്നെയാണ് എന്റെ സംശയം. നിങ്ങൾ എല്ലാവരും കൂടെ ഇത് ബെറി ചെയ്യും. സോണി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഇത് കണ്ടോ എന്റെ പപ്പ ചെയ്തത്? ഞാൻ പിന്നെ അത് ആരോടും പറയാൻ പോയില്ല സാറേ. അത് നന്നായി. യാ, സോണി ഈ സെയിം കൺസേൺ എന്നോട് പറഞ്ഞിരുന്നു. ഡോക്ടർക്കും അങ്ങനെ തോന്നിയോ? അതപ്പോൾ കൺഫേം ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബിക്കോസ് ടേഴ്സ് നീ വീണാലും ഈ സെയിം മൂഡ്സ് ഒക്കെ ഉണ്ടാവാം. പിന്നെ അപ്പോഴത്തെ കൺസേൺ ഇതല്ലല്ലോ, കുട്ടിയുടെ ജീവനല്ലേ. സോ യു ഡിഡ്ന്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്? യെസ്, ഐ ഡിഡ്. തനിക്ക് കുട്ടിയുടെ പാരൻസിനെ എങ്ങനെ പരിചയം? അരവിന്ദൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ദ ഫാമിലി ഈസ് വെരി ക്ലോസ് ടു മീ. എന്ത് പറ്റി ഡോക്ടർ? ഹേ, നത്തിങ്. എനി ഇഷ്യൂ? ക്യാൻ ടെൽ മീ. സോണി ഹാഡ് എ ഡൗട്ട്. ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ? കുട്ടിയുടെ ശരീരത്തിലെ മാർക്സ് എല്ലാം കണ്ട ഇവൻ ഐ ഓൾസോ ഗോട്ട് കൺഫ്യൂസ് ഫോർ എ മൊമെന്റ്. നോ വേ ഡോക്ടർ. എനിക്ക് ഈ ഫാമിലി നന്നായിട്ട് അറിയാം. വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ മിക്ക ദിവസവും അരവിന്ദൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഐ ഹവ് നെവർ സീൻ സച്ച് എ സിറ്റുവേഷൻ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഞങ്ങളെല്ലാം പറയാം അരവിന്ദ കുട്ടികളെ കൊഞ്ചിച്ച് വഷളാക്കുന്നതാണ്. എനിവേ യു ചെക്ക് ഇറ്റ്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അശ്വിന് ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും.
ഇൻഷുറൻസ് ഫോർമാലിറ്റീസ് വല്ലതുകൊണ്ട് ഇനിഷ്യേറ്റീവ് എടുത്തോളൂ. ഓക്കെ. കുട്ടിയുടെ ഫാദർ ഈസ് ഓൺ ഹിസ് വേ. ഡോക്ടർ ഗൗതം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഡോക്ടർ ഒരു കോളുണ്ട്. ആരാ? അഡ്വക്കേറ്റ് പ്രകാശ്. പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞത്. ആ കുട്ടിയുടെ പേരൻസിനോട് ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ലേ? സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ബാക്ക് ടു ബാക്ക് സർജറീസ്. സോ വെൻ ഡിഡ് ദിസ് ആക്ച്വലി ഹാപ്പൻ? ഞാൻ OT-യിലായിരുന്നു. സോണി എന്നെ വിവരം അറിയിച്ചത്.